അറസ്റ്റിന് പിന്നാലെ സ്വപ്നയ്ക്കെതിരെ നിരവധി പരാതികളാണ് വിജിലൻസിന് മുന്നിലേക്ക് എത്തുന്നത്. ഇതോടെയാണ് വൈറ്റില സോണൽ ഓഫീസിൽ നിന്ന് സമീപകാലത്ത് നൽകിയ കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ പരിശോധിക്കാൻ വിജിലൻസ് തീരുമാനിച്ചത്. സ്വപ്നയുടെ ഓഫീസ് റെയ്ഡ് ചെയ്ത വിജിലൻസ് ഇവർ നൽകിയ കെട്ടിട പെർമിറ്റ് രേഖകൾ ശേഖരിച്ചു. ഇന്നലെ സ്വപ്നയുടെ തൃശൂരിലെ വീട്ടിലും വിജിലൻസ് പരിശോധന നടത്തിയിരുന്നു. കൊച്ചി കോർപ്പറേഷന്റെ വൈറ്റില സോണൽ ഓഫീസിൽ മാത്രമല്ല, മറ്റ് പല സോണൽ ഓഫീസുകളിലും കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾക്ക് മാത്രമല്ല, ആരോഗ്യ വിഭാഗത്തിലെ പല അനുമതികൾക്ക് പോലും വ്യാപകമായി കൈക്കൂലി വാങ്ങുന്നുവെന്ന പരാതികൾ ഇപ്പോൾ വിജിലൻസിന് മുന്നിലേക്ക് എത്തുകയാണ്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്രയും ശക്തമായ നടപടിയിലേക്ക് വിജിലൻസ് പോയിരിക്കുന്നത്. ഇതിനിടെ സ്വപ്നയുടെ കാറിൽ നിന്ന് 45,180 രൂപ വിജിലൻസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇത് കൈക്കൂലി പണമാണെന്നാണ് വിജിലൻസ് സംശയിക്കുന്നത്. വൈറ്റ്ലയിലെ കെട്ടിടത്തിന് നമ്പർ നൽകാൻ 25,000 രൂപയാണ് സ്വപ്ന ആവശ്യപ്പെട്ടിരുന്നത്. പിന്നീട് 10,000 രൂപ കുറച്ചു കൊടുക്കുകയായിരുന്നു. 15,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് സ്വപ്നയെ കൈയോടെ വിജിലൻസ് പൊക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിലെ വിവിധ ഓഫീസുകളിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ അഴിമതി നടക്കുന്നുവെന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് സ്വപ്നയുടെ അറസ്റ്റ്. വിജിലൻസ് തയ്യാറാക്കിയ അഴിമതിക്കാരുടെ പട്ടികയിൽ സ്വപ്നയും ഉൾപ്പെട്ടിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.